കേരമീൻ വാങ്ങിച്ചിട്ട് കുറേ നാളായതുകൊണ്ട് ഇന്ന് പോയപ്പോൾ കേരമീനാണ് വാങ്ങിച്ചത്. എന്നും നമുക്ക് പച്ചമീൻ കിട്ടിയില്ലെങ്കിലും വല്ലപ്പോഴൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. ഇന്ന് നല്ല പച്ചമീനായിരുന്നേ. അതൊന്ന് കഴുകിയെടുത്ത് അതിലോട്ട് കല്ലുപ്പും പുളിയൊക്കെ ഇട്ടൊന്ന് കുടഞ്ഞു വെക്കുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ എങ്ങനെയാണ് മീൻകറി വെക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങളുടെ ഇവിടെയൊക്കെ ഇങ്ങനെയാണ് വെക്കുന്നത്. ചട്ടി വെച്ച് കൊടുത്ത് ചട്ടി ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ കടുകിട്ട് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കൊണ്ട് ചതച്ചിട്ട് കരിയാപ്പിലയൊക്കെ ഇട്ടിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ചൂടാക്കി കുറച്ച് വെള്ളം ഒഴിച്ച് തിളച്ച് വരുമ്പോഴത്തേക്കും കുറച്ച് ഉലുവപ്പൊടിയും തോട്ടുപുളിയൊക്കെ ഇട്ട് കൊടുത്താൽ വെക്കുന്നത് കേട്ടോ. തിളപ്പിച്ചിട്ട് നിങ്ങളുടെയൊക്കെ എങ്ങനെയാണ് വെക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതെല്ലാം കൂടെ തിളച്ച് വന്നപ്പോഴത്തേക്കും ഞാൻ മീൻ കഷ്ണമൊക്കെ പറക്കിയിട്ട് ഒന്ന് സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മീൻകറി സെറ്റായി വന്നപ്പോഴത്തേക്കും കുറച്ച് പച്ചക്കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് മീൻകറി അങ്ങോട്ട് മാറ്റി വെച്ചു. അപ്പോഴത്തേക്കും നമുക്ക് അപ്പുറത്ത് വരുന്ന കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നേ. അതും ഒന്ന് അരിഞ്ഞെടുത്ത് അങ്ങോട്ട് അടുപ്പിലോട്ട് വെച്ച് കേട്ടോ. പിന്നെ ചക്കയ്ക്ക് ഇവിടെ പച്ചമുളകും വെളുത്തുള്ളിയും 2-3 കുരുമുളകും ജീരകമൊക്കെ ചേർത്താണ് വേവിക്കുന്നത്. നിങ്ങളുടെയൊക്കെ എങ്ങനെയാണ് വേവിക്കുന്നത്? എല്ലായിടത്തും ഇങ്ങനെയാണോ എന്നറിയില്ല കേട്ടോ. അങ്ങനെ അതും ചതച്ചെടുത്തിട്ട് ചക്കയിലോട്ട് ചേർത്ത് കൊടുത്തു കേട്ടോ. അങ്ങനെ ചക്കയൊക്കെ ഒന്ന് കുഴച്ചെടുത്തു. ചക്കയും മീൻകറി ഉണ്ട്, പിന്നെ എന്തോ വേണം ഇല്ലയോ? വേറെ എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട. അങ്ങനെ ചൂട് ചക്ക, എനിക്ക് ചക്ക കഴിക്കാൻ ഇങ്ങനെ ചൂടോട് കഴിക്കണം കേട്ടോ. അങ്ങനെ ചൂട് ചക്കയിലോട്ട് മീൻകറിയൊക്കെ വെച്ചങ്ങ് കഴിച്ചു കേട്ടോ. അപ്പോൾ ചക്കയുള്ളൊന്നും ചോറ് കഴിച്ചില്ല. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ.